हाय फ्रेंड्स, आज हम लोग बनाना जा रहा है केरला रेसिपी इडियप्पम। इसके लिए राइस का आटा लेना, उसको गर्म पानी और नमक मिला के ऐसा चपाती का जैसे बैटर बनाता वैसे बनाता है ना। फिर ऐसा एक प्रेस में डाल के उसको निकाल देगा एक छोटा छोटा नूडल्स का शेप में। फिर उसमें एक प्रेस में एक डाई होता है छोटा छोटा होल वाला, उसमें डाल के ये प्रेस में जाके थोड़ा घुमाने के बाद ये पूरा निकलता है ऐसा ऐसा नूडल्स का जैसे। जैसे इसका इडली का जो डाई है, इडली का जो बर्तन है उसमें रखकर वाटर में बॉईल करके रहता है, ऐसा इडियप्पम बनता है। इसका साथ हमारा एक करी नहीं तो प्याज का कറി वगैरह മിലാക്ക ഖാത്ത ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ് കേട്ടോ. നല്ല പൊൻകതിറിൻ്റെ അരിപ്പൊടി എടുത്തായിരുന്നു, അതിലോട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അച്ചിലോട്ടിട്ട് നമ്മുടെ ഇടിയപ്പം പിഴിയുന്ന ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തു. പിന്നെ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇടിയപ്പമാണ് കേട്ടോ പൊൻകതിർ കൊണ്ടുണ്ടാക്കുന്നത്. അപ്പം നിങ്ങളും ഇടിയപ്പം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പൊൻകതിറിന്റെ ഇടിയപ്പ പൊടി വാങ്ങി ഉണ്ടാക്കുക. അതുപോലെ ऐसा इंडिया इडली का कंडीशन में रखा, फिर वो गरम करके देखो पूरा पका हुआ കണ്ടോ. നല്ല ആവി കയറി നല്ല വെന്ത ഇടിയപ്പം. ഈ ഇടിയപ്പം വന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഇടിയപ്പം का नीचे रखकर एक बर्तन में प्लेट में ले रहा है. इसी के साथ हम लोग मैं थोड़ा प्याज का करी बनाया था. मुझे अंडा से थोड़ा एलर्जी है, इसके लिए प्याज का करी बनाया था तो उसके साथ खा लिया. ഓക്കെ, ऐसा इस ഇടിയപ്പം और प्याज का करी बहुत अच्छा ടേസ്റ്റി वाला. അപ്പം ഞാൻ കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കി. എനിക്ക് മുട്ട അലർജി ആയതുകൊണ്ട് ഉള്ളിക്കറി ഉണ്ടാക്കി. അപ്പോൾ ഉള്ളിക്കറിയും കൂട്ടി നല്ല ഇടിയപ്പം കഴിക്കുക. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി